ഹലോ, അടുത്ത പാർട്ടിയിലേക്ക് പോയാലോ? ഡാ, നിനക്കുള്ളൊപ്പം തുണി വിരിക്കാൻ പോണാ? സ്ലേറ്റും പിടിച്ചിരിക്കുന്ന കിച്ചൂട്ടൻ അപ്പൂനെ നോക്കിയിരിക്കുന്നതുകൊണ്ട് നീലം ദേഷ്യത്തിൽ ചോദിച്ചു. എന്നാ ഞാൻ പോയി ചേച്ചി സഹായിക്കട്ടെ കാർത്തിയേട്ടാ? കിച്ചൂട്ടൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിഷ്കളങ്കമായി ചോദിച്ചു. ഇരുന്നെഴുതിടം വരേക്ക് സഹായിക്കാൻ നിൽക്കണോ? നീലൻ അവനെ പിടിച്ച് തിണ്ണയിലേക്ക് ഇരുത്തി. ശേഷം സ്ലേറ്റും പെൻസിലും കയ്യിലേക്ക് വെച്ചു കൊടുത്തു. എന്നാൽ അതേസമയം അർജുൻ അപ്പുവിനോട് രാവണനെ കൊന്നത് ആരാന്ന് ചോദിക്കുന്നുണ്ട്. ഹനുമാൻ. അപ്പു പതിയെ അവിടെ നിന്നും പറഞ്ഞു കൊടുത്തു. അവന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. ഡാ, നിന്നോടാ ഞാൻ ചോദിച്ചേ രാവണനെ കൊന്ന ആരാന്ന്? അകലേക്ക് നോക്കി നിൽക്കുന്ന അർജുന്റെ കയ്യിൽ പതിയെ വടികൊണ്ട് തല്ലി നീലൻ ചോദിച്ചു. ഞാനൊന്ന് ആലോചിക്കട്ടെ, ഒരു മിനിറ്റ് കാർത്തിയേട്ടാ. അവൻ കൈ കൊണ്ട് തടവി ആലോചിക്കുന്ന പോലെ കാണിച്ചു. അവസാനം മാരക എക്സ്പ്രഷനത്ത് ഉത്തരം കിട്ടിയ പോലെ നീലനെ നോക്കി. ഹീമാനല്ലേ കാർത്തിയേട്ടാ? അത് കേട്ട് അലക്കി വിരിച്ച് തിരികെ വരുന്ന അപ്പുവിന്റെ കയ്യിൽ നിന്നും ബക്കറ്റ് താഴെ വീണു. രാവണനെ കൊന്ന ആരാന്ന് താൻ കേട്ടതിന്റെ കുഴപ്പമാണെന്ന് കരുതി നീലൻ ഒന്നുകൂടെ ചോദിച്ചു. ഈ കാർത്തിയേട്ടന് ചെവിയും കേൾക്കാതായ? നമ്മുടെ കൊച്ചു ടിവിയിലുണ്ടല്ലോ ഹീമാന്. ഗ്രേസ്ക കോട്ടയുടെ ശക്തി പിന്നിലുള്ള ഒതുങ്ങു വരാൻ ശക്തി കൂടി വരയാൻ പുലി ഇപ്പോൾ ഉഗ്രം ബലശാലിയായ ഒരു പുലിയായി മാറിയിരിക്കുന്നു. അർജുൻ ആക്ഷൻ കാണിച്ചു പറഞ്ഞതും അവന്റെ കാലിൽ നീലന്റെ വടി വീണതും ഒരുമിച്ചാണ്. അയ്യോ, എനിക്കറിയില്ല കാർത്തിയേട്ടാ. അതേ ആ ചേച്ചാ എനിക്ക് പറഞ്ഞേ, എന്നെ തല്ലല് കാർത്തിയേട്ടാ. അത് പറഞ്ഞ് അർജുൻ നിന്ന് ചാടിത്തുള്ളാൻ തുടങ്ങി. അപ്പു ആണെങ്കിൽ ഞാനോ എപ്പോ എന്ന എക്സ്പ്രഷനിൽ നിൽക്കുകയാണ്. എന്ത് പൂരം കാണാൻ നിക്കവിടെ? അകത്തേക്ക് കയറിപ്പോ. പിള്ളേരെ കൂടെ വഴിതെറ്റിക്കാൻ വേണ്ടി അവളുടെ ഒരു ഹീമാൻ. അപ്പുവിന് അതിന് മറുപടി കൊടുക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ട്യൂഷൻ പിള്ളേരുള്ള കാരണം കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അകത്തേക്ക് കയറിപ്പോയി. ചേച്ചി ഹനുമാൻ എന്ന കാർത്തിയേട്ട പറഞ്ഞേ, ഈ അജുപോട്ടൻ ചെവിയേക്കാഞ്ഞിട്ടാ. സ്ലേറ്റ് പിടിച്ചിരിക്കുന്ന കിച്ചുവേട്ടൻ അജുവിന്റെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ടു പറഞ്ഞു. നിന്നോട് ഞാൻ എന്താ കിച്ചു എഴുതാൻ പറഞ്ഞേ? അവരിവരും പലതും പറയും, അത് നോക്കിയിരുന്നാ നീ എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങൂട്ടാ. നീലം കണ്ണുരുട്ടി പേടിപ്പിച്ചതും കിച്ചൂട്ടം മിണ്ടാതിരുന്ന് എഴുതാൻ തുടങ്ങി. ട്യൂഷൻ പിള്ളേർ പോയത് നീലം വേഗം പോയി കുളിച്ചു വന്ന് വിളക്ക് വെച്ചു. ഇതെല്ലാം നോക്കി അപ്പു തോണിച്ചാരി ഇരിക്കുകയാണ് ചെയ്തത്. മുറ്റത്തൊരു തുളസി തറയുണ്ട്. അത് തിരിയിട്ട് അവൻ വിളക്ക് കത്തിച്ചു. വൈകുന്നേരം നീ എന്താ കഴിക്കാറുള്ളേ? നീലൻ ഭസ്മം നെറ്റി തൊട്ടുകൊണ്ട് അപ്പുവിന് നേരെ തിരിഞ്ഞു. എനിക്കങ്ങനെയൊന്നുമില്ല, എല്ലാം കഴിക്കും. സാധാരണ രാത്രി ദോശയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമാണ് കഴിക്കാറുള്ളത്. ഇവിടെ ഒന്നും നടക്കില്ല, വൈകുന്നേരം കഞ്ഞി അത്രേ ഉള്ളോ. അത് പറഞ്ഞ നീലൻ അകത്തേക്ക് പോയി. ഇതെന്ത് കൂത്ത്? ഇവൻ തന്നെയല്ലേ എന്നോട് രാത്രി എന്താ കഴിക്കാറുള്ളേന്ന് ചോദിച്ചേ. എന്നിട്ട് ഇപ്പൊ എന്തിനാ എന്റെ നാക്ക് ചാടിക്കെടുക്കുന്നതാണാവോ? അപ്പു അന്തം വിട്ടിരുന്നു. കുറെ നേരം നീലനെ പുറത്തേക്ക് കാണാത്തതുകൊണ്ട് അപ്പു ഫോൺ ഓഫാക്കി അകത്തേക്ക് നടന്നു. റൂമിൽ അവനെ കാണാത്തോണ്ട് നീലനെ നോക്കി അടുക്കളയിലേക്ക് എത്തി. നോക്കുമ്പോ നീലൻ അടുക്കളയിൽ നല്ല പണിയിലാണ്. അവൻ അവന്റെ അടുത്തായി വന്ന് നിന്നു. നീലൻ തേങ്ങ ചിരവുന്ന തിരക്കിലാണ്. ഒപ്പം ഗ്യാസിലെ ദോശ മറിച്ചിടുന്നുണ്ട്. വൈകുന്നേരം കഞ്ഞിയാന്ന് പറഞ്ഞിട്ട് അവൾ ചിറകി വെച്ച് കുറച്ച് തേങ്ങ വായിലെടുക്കി ഇട്ടുകൊണ്ട് ചോദിച്ചു. അതെന്താ, നിനക്ക് ദോശ ഇറങ്ങില്ലേ? നീലൻ അത് ചോദിച്ചത് അവൾ തലയാട്ടി. നീലൻ ഗ്യാസിലെ ദോശ എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് മാവ് ദോശക്കല്ലിൽ ഒഴിച്ചു. ശേഷം തേങ്ങാ ചമ്മന്തി അരച്ചു. നീ ഇപ്പൊ കുളിക്കണ്ട? ഇല്ല. അത് കേട്ട നീല എല്ലാം അടച്ചു വെച്ച് റൂമിലേക്ക് പോയി. അപ്പവും മരത്തേക്കും. ശേഷം വീണ്ടും ഫോണിലിരുന്ന് കളിക്കാൻ തുടങ്ങി. അടുത്ത ആഴ്ച മുതൽ ക്ലാസ്സിലേക്ക് പോവാണം എന്ന് പറഞ്ഞ് ആദമോ വിളിച്ചിരുന്നു. അതോടെ അപ്പുവിന്റെ ഫോണിൽ കളിക്കാനുള്ള മൂഡ് മുഴുവൻ പോയിരുന്നു. കോള് കട്ടാക്കിയ ഉമ്മറത്തെ വാതിലടച്ചപ്പോ റൂമിലേക്ക് വരുമ്പോൾ നീലൻ എന്തോ ബുക്ക് വായിച്ചിരിക്കുകയാണ്. അപ്പു അവൻ ഇരിക്കുന്ന ടേബിളിന്റെ അടുത്തേക്ക് വന്നു. ഇത്രയും കാലമായിട്ട് നിന്റെ പഠിപ്പ് കഴിഞ്ഞില്ലേ നീല? ഇപ്പോഴും പഠിക്കണോ നീ? അവന്റെ മുന്നിലുള്ള ബുക്ക് തിരിച്ചും മറിച്ചു നോക്കി അവൾ ചോദിച്ചു. ഇത് PSC എക്സാമിനാണ്, നീ ട്രൈ ചെയ്യുന്നില്ലേ? അരുണൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. അവൻ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പഠിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പൊ ടേബിളിൽ ചാരി ഇരുന്നോണ്ട് പറഞ്ഞു. ചുരുക്കത്തിൽ കുട്ടിക്ക് ഒന്നിനും വയ്യാന്നർത്ഥം അല്ലേ? പിന്നെ എനിക്ക് മടിയൊന്നല്ല, അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാ. നിങ്ങളെപ്പോൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക്. എന്നാ നീ ഇന്ത്യയിലെ 14ാമത്തെ പ്രധാനമന്ത്രിയുടെ പേര് പറ. നീല മുന്നിലുള്ള തന്റെ ബുക്ക് അടച്ചു വെച്ച് അപ്പുന് നേരെ തിരിഞ്ഞിരുന്നു. അത് എളുപ്പല്ലേ, ആ തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള ആളല്ലേ?
അങ്ങനെ എഴുതി വെച്ച മാർക്ക് പരീക്ഷയ്ക്ക് കിട്ടുമോ? പേര് പറ. നീലം പറഞ്ഞു. എനിക്ക് ഓർമ്മ വരുന്നില്ല. കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ആളുടെ ഫോട്ടോ കണ്ടതുള്ളൂ. അതോ ഏതൊരു സുഭാഷോ പ്രഭാസോ അങ്ങനെ ആരോ അല്ലേ? ആര്? സുഭാഷ് ചന്ദ്രബോസാ? ആള് മരിച്ചിട്ട് കാലങ്ങളായി. 14ാമത് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അടി പൊട്ടി. അയ്യോ, അപ്പൊ സുഭാഷ് മരിച്ചുപോയാ? ഞാൻ അറിഞ്ഞില്ല കേട്ടാ. നല്ല മനുഷ്യനായിരുന്നു. നീ ബോധമില്ലാതെ പുറത്തു പോയി ഈ വക കാര്യങ്ങളൊന്നും സംസാരിക്കലേട്ടാ. രാജ്യദ്രോഹ കുറ്റത്തിന് പോലീസ് കൊണ്ടുപോയി ജയിലിലിടും. നീലം പുച്ഛത്തോടെ പറഞ്ഞു. ഓ പിന്നെ, അല്ലെങ്കിൽ ഇതൊക്കെ ആര് പറയണു? നമ്മളെപ്പോഴും ഭാവിയെ കുറിച്ചാണ് പഠിക്കേണ്ടത്. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കാണാതെ പഠിച്ച് എക്സാം എഴുതിയിട്ട് എന്താ കാര്യം? ആ സമ്പ്രദായം എനിക്ക് ഇഷ്ടമില്ല. അല്ലെങ്കിലും പഠിക്കുന്ന കാര്യങ്ങളൊന്നും പണ്ട് മുതലേ നിനക്ക് ഇഷ്ടമല്ലല്ലോ. അതിന് നിനക്കെന്താ? നീ വലിയൊരു പഠിപ്പിച്ചു വന്നിരിക്കണു. ഇതൊക്കെ പഠിച്ചിട്ട് നീ എന്തിനാ നിനക്കിപ്പോ തന്നെ കൊറേ ജോലി ഉണ്ടല്ലോ. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. മനുഷ്യന്മാരായ കുറച്ച് ലക്ഷ്യബോധമൊക്കെ വേണം. അല്ലാതെ എപ്പോഴും കുട്ടിക്കളി കളിച്ച് നടന്നാ പോരാ. അത് കേട്ടതോ അപ്പൂനാകെ വിറഞ്ഞു കയറാൻ തുടങ്ങി. ആരാ പറഞ്ഞു എനിക്ക് ലക്ഷ്യബോധമില്ലാന്ന്? എനിക്ക് ലക്ഷ്യബോധമൊക്കെ ഉണ്ട്. എന്നാ പറ, എന്താ നിന്റെ ജീവിത ലക്ഷ്യം? നീലൻ ഇരു കൈകളും കെട്ടി പുരുകം ചുളിച്ചോണ്ട് ചോദിച്ചു. എനിക്ക് ഈഫൽ ടവറിന് മുന്നില് ഒരു ചായക്കട തുടങ്ങണം. അവളുടെ ലക്ഷ്യം കിട്ടും. നീലൻ അന്തം വിട്ടു. എനിക്ക് അടുത്ത ആഴ്ച നടക്കുന്ന ഇന്ത്യൻ എക്സാമിന് എന്ത് എഴുതണമെന്ന് പോലും അറിയില്ല. പിന്നെയാണ് ജീവിത ലക്ഷ്യം. ദിവസത്തിൽ ഒരു നേരം ബിരിയാണി, ബാക്കി 2 നേരം ചപ്പാത്തിയോ ദോശയോ, പിന്നെ 5 GB ഡാറ്റ, കിടക്കാൻ ഒരു ബെഡ്, ഒരു ഫാന്. ഇതൊക്കെയാണ് എന്റെ ജീവിത ലക്ഷ്യത്തിലുള്ളത്. കണ്ടോ, ഇത് തന്നെ ഞാൻ പറയണേ. നിനക്കെല്ലാം കുട്ടിക്കളിയാണെന്ന്. കുറച്ചൊക്കെ കാര്യഗൗരവം കാണിച്ചൂടെ നിനക്ക്? നീലം പറയുന്നതെല്ലാം അപ്പു എതിർക്കുന്നുണ്ടെങ്കിൽ അവനുമായി പറഞ്ഞു ജീവിക്കാൻ കഴിയില്ല എന്ന് ഉണ്ടായിരുന്നില്ല. അവസാനം അടവന്ന പോലെ നീലന്റെ കയ്യിലൊന്ന് തല്ലിക്കൊണ്ട് അപ്പു ഓടി. ഡി നീലം കൈ തടവിക്കൊണ്ട് അലറിയത്. അപ്പു ബാത്റൂമിൽ കയറി വാതിലടച്ചു. രാത്രി ഭക്ഷണം കഴിച്ച് പാത്രങ്ങൾ കഴുകി അപ്പു വന്ന് കിടന്നു. കുറച്ചു കഴിഞ്ഞാണ് നീലൻ റൂമിലേക്ക് വന്നത്. അവൾ ഉറങ്ങാന്ന് മനസ്സിലായതും നീലൻ തന്റെ ബുക്കുകളും മറ്റെടുത്ത് നേരെ ഉമ്മറത്തേക്ക് വന്നിരുന്നു. ഒന്ന് ഉറങ്ങി എണീറ്റ് അപ്പു തല വഴിയുള്ള പുതപ്പ് മാറ്റി നോക്കുമ്പോൾ അരികിൽ നീലം കിടക്കുന്നുണ്ട്. അവൻ നല്ല ഉറക്കാണെന്ന് മനസ്സിലായതും അവൾ അവന്റെ അരികിലേക്ക് നീങ്ങിക്കിടന്നു. ഒരു മാർത്താല നെറ്റിയില്. സിനിമയിലൊക്കെ അങ്ങനെയല്ലേ? അയ്യോ വേണ്ട, ഇനി ഞാൻ അവനെ നീറ്റാൻ തകരുത്. അവൾ നീലിന്റെ മുഖത്തേക്ക് നോക്കി മനസ്സിൽ കരുതി. നിനക്കെന്താടി ഉറക്കമല്ലേ? പാതിരാത്രി എന്നെ നോക്കി കിടക്കണേ? കണ്ണടച്ചുകൊണ്ട് നീലൻ ചോദിച്ചത് അവൻ ശരിക്കും ഞെട്ടി. നിനക്കെന്നെ ഇഷ്ടല്ല നീല? അവൾ പറഞ്ഞു. നീലൻ സംശയത്താൽ നെറ്റി വിളിച്ചു. ഒപ്പം അവൻ കണ്ണു തുറക്കുകയും ചെയ്തു. മോജി അതൊക്കെ കിടന്നുറങ്ങാൻ നോക്കാ പൂർണ്ണ. രാത്രി അവളുടെ ഓരോ ചോദ്യങ്ങള്. പറ നീല, നിനക്കെന്നെ ഇഷ്ടാണോ? എനിക്ക് ഉറക്കം വരുന്നു. അത് പറഞ്ഞ നീലം പെട്ടെന്ന് തിരിഞ്ഞു കിടന്നു. അവന്റെ ആ ഒഴിഞ്ഞ മാറ്റം അവളി ചെറിയ ദേഷ്യം സങ്കടമൊക്കെ നിറച്ചിരുന്നു. അടക്കി പിടിച്ച് വിതുമ്പൽ ശബ്ദം കേട്ട് കണ്ണടച്ചു കിടക്കുന്ന നീലം പെട്ടെന്ന് എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ചെയ്തു. തല വഴി പുതപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും വിതുമ്പൽ ശബ്ദം പുറത്തേക്ക് കേൾക്കാം. നീ കരയാണോ പൂർണ്ണ? നീലൻ അവളുടെ തലയിൽ നിന്ന് പുതപ്പ് വലിച്ചു മാറ്റി. ഞാൻ കരഞ്ഞാലില്ലെങ്കിലും നിനക്കെന്താ? നിനക്കെന്നെ ഇഷ്ടമല്ലല്ലോ. എന്നെ ഇഷ്ടമില്ലാത്തവരെ എന്നോട് മിണ്ടാൻ വരണ്ട. നാളെ തന്നെ എന്നെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിക്കോ. ഞാനിവിടെ നിൽക്കില്ല. എനിക്കിഷ്ടല്ല ഇവിടെ. കണ്ണു തുടച്ചു പറയുന്ന ആളെ കണ്ട് അവന് പാവം തോന്നി. ദീർഘൻ നിശ്വാസത്തോടെ നീലൻ അവളുടെ അരികിലായിരുന്നു. ഇതെല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്